ഹായ്, ഇത് ഞാനാണ് ശരത്ത്. എൻ്റെ പുതിയ നമ്പറാണ്. എനിക്കൊരു 15,000 രൂപ അയക്കോ? അത്യാവശ്യമാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ അയച്ചാൽ മതി. അറിയാത്ത നമ്പറിൽ നിന്നും മെസ്സേജ് വരുന്നു. പ്രൊഫൈൽ പിക്ക് ആണെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരാളായിരിക്കും. പുതിയ വരുന്ന മെസ്സേജ് ആണെങ്കിൽ എൻ്റെ ഫോണ് പോയി, സിം ബ്ലോക്കായി, ഇതെൻ്റെ പുതിയ ടെമ്പററി നമ്പറാണ് എന്നൊക്കെ ആയിരിക്കും. ഇതൊക്കെ കേട്ടാൽ ആരായാലും ഒന്ന് വിശ്വസിച്ചു പോകും. പേരൻസ് ആണെങ്കിൽ ടെൻഷൻ ആകും. കേരളത്തിലെ പല മക്കളും വിദേശത്തോ മറ്റ് സംസ്ഥാനത്തോ ആയതുകൊണ്ട് തന്നെ ഈ വലയിൽപ്പെട്ട ആൾക്കാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സ്കാമേഴ്സ് തട്ടിയെടുത്തത്. ആദ്യം അവർ കാഷ്വലായിട്ട് സംസാരിക്കും. പിന്നീട് നിങ്ങളുടെ വിശ്വാസം കിട്ടിയതിന് ശേഷം പണി തുടങ്ങും. ഫോൺ പേ അല്ലെങ്കിൽ GPay വർക്കാവുന്നില്ല, ഒരു ബില്ലടക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് അർജൻറ്റായി പൈസ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ചൂണ്ടയിടാൻ തുടങ്ങും. പരമാവധി അവർ നിങ്ങളുടെ ഇമോഷനെയാണ് ചൂഷണം ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ തന്നെ വേണം, കോൾ ചെയ്യാൻ പറ്റില്ല, എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ പറഞ്ഞവർ ചൂണ്ടയിടാൻ തുടങ്ങും. ഇതിൽ കൊത്തിയാൽ പിന്നെ പൈസ പോയിട്ട് ഒരു പൂട് പോലും ബാക്കിയിട്ടില്ല. ഇവർ മെയിനായി ടാർഗറ്റ് ചെയ്യുന്നത് ഫോൺ പുതുതായി ഉപയോഗിക്കാൻ തുടങ്ങിയവർ, പ്രായമുള്ള മാതാപിതാക്കൾ, വിദേശത്തോ പുറത്തോ മക്കളുള്ള മാതാപിതാക്കൾ, ഓൺലൈൻ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നവർ എന്നിവരെയാണ്. അമ്മേ, ഇത് ഞാനാണ്, എൻ്റെ ഫോൺ പോയി, ഇതെൻ്റെ പുതിയ നമ്പറാണ്, പഴയത് ഡിലീറ്റ് ചെയ്യണം, ഇത് സേവ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു തുടങ്ങും. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഒരു 20,000 രൂപ വേണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. ഏതമ്മയായാലും ഒന്ന് അയച്ചു പോകും. അൺനോൺ നമ്പർ പ്ലസ് എമർജൻസി സ്റ്റോറി രണ്ടും സമാസമം ചേർന്നാൽ ഉറപ്പായും അത് സ്കാമർ ആയിരിക്കും. കോൾ ചെയ്യാൻ വിസമ്മതിക്കൽ, പണം ചോദിക്കൽ, മറ്റുള്ളവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് തരൽ, OTP ചോദിക്കൽ, പഴയ നമ്പർ ഡീൽ ചെയ്യാൻ പറയുന്നവർ, ഇതുപോലുള്ള മെസ്സേജ് വന്നാൽ ഉറപ്പിച്ചോ, തിരക്കഥാ സംഭാഷണം, സ്കാമർ. അത് 100% ഉറപ്പാണ്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പഴയ നമ്പറിലൊന്ന് വിളിച്ചു നോക്കുക. വീഡിയോ കോൾ അല്ലെങ്കിൽ ഫോൺ കോൾ ഏതെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. കുടുംബക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുക. പണം അയക്കുന്നതിന് മുമ്പ് ഈ വ്യക്തിയെക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക. അൺനോൺ നമ്പർ പെട്ടെന്ന് തന്നെ സേവ് ചെയ്യാതിരിക്കുക. അഥവാ ഇതൊക്കെ ഓൾറെഡി നടന്നുവെങ്കിൽ ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെടുക. സൈബർ ക്രൈമായി റിപ്പോർട്ട് ചെയ്യുക. ഇന്ത്യയിലെ സൈബർ ക്രൈം നമ്പർ 1930 ആണ്. അല്ലെങ്കിൽ cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുക. ഈ സ്കാമിൽ ആക്ച്വലി സ്കാമേഴ്സ് ഹാക്ക് ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെയല്ല, നമ്മളുടെ മനസ്സിനെയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ പൈസ നമ്മളെ കൊണ്ട് തന്നെ അവർ മോഷ്ടിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്ക് അയച്ചു കൊടുക്കുക. കാരണം ഈ സ്കാം ഏറ്റവും കൂടുതൽ നടക്കുന്നത് മുതിർന്നവരിൽ നിന്നാണ്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബി വെയർ, ബി സേഫ്, എവറി വൺ ഈസ് ലുക്കിംഗ് ഫോർ യുവർ മണി. ബൈ.